ഇന്ന് എൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ വാക്ക് തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കലക്കി അപ്പം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിഴങ്ങ് കറി കുക്കറിനകത്ത് ഇരിപ്പുണ്ട്. കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ച സമയത്ത് ഇച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ടി വിയും വെച്ച് കൊടുത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനും അമ്മവും പൊന്നും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്കിന്നിലൊന്നും കാണിക്കണമായിരുന്നു, അമ്മൂനും കാണിക്കണമായിരുന്നു. അമ്മൂൻ്റെ കയ്യിലൊരു അരിമ്പാറ പോലത്തെ സാധനം. പിന്നെ എനിക്ക് വേറൊരു കാര്യമായിരുന്നു, ഞങ്ങൾ എന്നപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയാകാറായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അരവലയിലാണ് പോയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും കഴിക്കാൻ വരും. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ പുളിശ്ശേരിയാണ്. ഇച്ചു ആണെങ്കിൽ അവിടെ കയറി ചെന്നപ്പോൾ തൊട്ട് ഈ കരച്ചിലാണ്, മുന്നാനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെമ്മീൻ തവ ഫ്രൈയും കാളാഞ്ചി അല്ല ഒരു മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ തൊട്ട് പറയുന്ന രണ്ടുപേരും വന്നിരുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റേ വാഴക്കുട്ടി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, അവരായിരുന്നു. അവർക്ക് ഞങ്ങൾ ഹായ് ഒക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഹാമ്പറിൻ്റെ. അതിന് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഫ്രഷ് ക്രീമും ചീസും ബട്ടറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിടനെ ഞാൻ ഹാമ്പർ ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി 12 മണിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുക്കണമായിരുന്നു. ഈ സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടി പാടാണ് ഈ സാധനങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്യൽ. ഭയങ്കര പാടാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കുറേയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ്. ഈ ഒരു ഡേ ആയിട്ട് എനിക്ക് ഫുള്ള് കിട്ടുന്നത് മറ്റേ ബ്രീത്തിങ് ടെഡിയുടെ ഓർഡറാണ്. അതൊരു വീഡിയോ ഫോട്ടോ ഇട്ടതിൽ പിന്നെ എനിക്ക് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബ്രീത്തിങ് ടെഡിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, എനിക്കൊരു ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ ബ്രീത്തിങ് ടെഡിയുടെ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന്. ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ മാത്രമേ കിട്ടാറുള്ളൂ. ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു വഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് ജ്യൂസ് അടിച്ച് ഞാനും ഇക്കയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇക്കയുടെ വീട്ടിൽ പോയി. അവരിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ. കാരണം ഇപ്പോൾ ഫീഡിങ് നിർത്തിയതുകൊണ്ട് അവിടെ രാത്രി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അടുക്കള കയറി. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒരു അടുപ്പ് മാത്രമേ നല്ലോണം കത്തുന്നുള്ളൂ. അപ്പുറത്തെ സൈഡ് ഭയങ്കര ഇങ്ങനെ മിന്നി കത്തുന്നത്. അങ്ങനെ ഇക്ക അത് ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്രീമി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. ഇനി എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ ഇരിക്കത്തില്ല, കാരണം ഇതിന് ടേസ്റ്റ് ഞങ്ങൾക്ക് നല്ലവണ്ണം പിടിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇച്ചിനെ വിളിക്കാൻ വേണ്ടി പള്ളാത്തുരുത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.